വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പറ്റിയുള്ള ബഹുമാനം എനിക്ക് കുറച്ച് കൂടിപ്പോവുകയാണ്. ഈയിടയ്ക്കായിട്ട് അദ്ദേഹത്തിന് നാലാമതൊരു കുട്ടി പിറക്കുന്നു. ഒരു ആൺകുട്ടി. വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അതിൽ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത് ഒരു പൊളിറ്റിക്കൽ ബർത്ത് എന്ന് തന്നെ പറയാമെന്ന് തോന്നുന്നു. ഏതാനും ആഴ്ച മുമ്പ് അദ്ദേഹം ഒരു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നിക്ക് ഫ്യൂവൻഡസ് എന്ന് പറഞ്ഞൊരു വംശീയവാദി പുതുതായിട്ട് രംഗത്ത് വന്നിരിക്കുന്നതാണ്. 28 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷേ അമേരിക്ക ആകെ വലിയ പിന്തുണയുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ JD വാൻസ് എങ്ങനെയാണ് വെള്ളക്കാരുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഇന്ത്യക്കാരിയാണ്. ഒരു മകൻ്റെ പേര് വിവേക് എന്നാണ്. അങ്ങനെ ഒരാൾ വൈറ്റ് സംസ്കാരത്തെ വൈറ്റ് സംസ്കാരം എന്ന് പറഞ്ഞാൽ വൈറ്റ് സൂപ്രമസിസം അതിനെ എങ്ങനെ നിലനിർത്തും? അപ്പം ഈ JD വാൻസ് അടുത്ത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമെന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെയുള്ള ഒരു ഒളിയമ്പ് ആണ് വന്നത്. എന്തായാലും വാൻസ് അതിന് ശക്തമായ മറുപടി കൊടുത്തു. നീയൊക്കെ പോയി അമേദ്യം തിന്നണമെന്നാണ് പറഞ്ഞത്. അത് ഒരു ആൺകുട്ടിക്ക് ചേർന്ന രീതിയിലുള്ളൊരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. നീയൊക്കെ പോയി എൻ്റെ ഭാര്യയെ പറ്റിയോ അല്ലെ എൻ്റെ കുടുംബത്തെ പറ്റിയോ പറയുമ്പോൾ ഇത് തന്നെയാണ് നീയൊക്കെ ചെയ്യേണ്ടത് അതാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിന് ഈ നിക്കി ഫ്യൂവൻഡസ് പറഞ്ഞു, പ്രസിഡന്റ് ഇങ്ങനെ അമേദ്യം ഭക്ഷിക്കാൻ പറഞ്ഞു. അതെ, ഇന്ത്യക്കാരുടെ ഒരു സ്ഥിരം ഭക്ഷണമായ ഒരു പ്രമുഖ ഭക്ഷണമായ അമേദ്യം തിന്നാൻ പറഞ്ഞത് എനിക്കൊരു ഓണറായിട്ട് വലിയൊരു ബഹുമതി ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. അവിടെയും ഒരു വർഗീയവാദം കൊണ്ടുവരാനാണ് അയാൾ ശ്രമിച്ചത്. എന്തായാലും ഇപ്പോൾ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന് ഒരു കുട്ടി കൂടെ പിറക്കാൻ പോകുന്നു. 40-ാം വയസ്സിൽ ഉഷ ചിലുകുരി വാൻസ് അവർ ഗർഭിണിയായിരിക്കുന്നു. ജൂലൈയിലോ മറ്റോ ആണ് ഡേറ്റ്. സന്തോഷമുള്ള കാര്യം. കാരണം ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷത്തിൽ അതാണ് അർഹമായൊരു മറുപടി കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നിറമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ബന്ധങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലോ നിറം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഭാര്യ കറുത്ത നിറമുള്ളതായിരിക്കും, ഭർത്താവ് വെളുത്ത നിറമുള്ളതായിരിക്കും, അല്ലെങ്കിൽ തിരിച്ചായിരിക്കാം. പക്ഷേ അവർ തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള സ്നേഹവും അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് JD വാൻസ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയിലുള്ള ആ സ്നേഹം. അത് ഞാൻ ഓർക്കുന്നത്, നമ്മൾ ഈ താജ്മഹലിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. താജ്മഹൽ എന്തുകൊണ്ടാണ് മഹത്തരമായത്? ഇപ്പോൾ താജ്മഹലിനേക്കാൾ മനോഹരമാണ് നമ്മുടെ ന്യൂജേഴ്സിയിലെ BAPSൻ്റെ ബാബ്സിൻ്റെ ക്ഷേത്രം, സ്വാമിനാരായൺ ക്ഷേത്രം എന്നാണ് ഞാൻ മുമ്പൊരിക്കൽ എഴുതിയിട്ടുള്ളത്. അത്രയ്ക്ക് മനോഹരമാണത്. പക്ഷേ താജ്മഹലിനെ വെല്ലാൻ മറ്റൊന്നിനുമാവില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതിൻ്റെ സൗന്ദര്യം കൊണ്ടൊന്നുമല്ല, അത് വെണ്ണക്കല്ലിൽ തീർത്തു എന്നുള്ളത് കൊണ്ടല്ല. അതിൻ്റെ പിന്നിലെ ആ മനോഹരമായ കഥ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അന്തരിച്ച ഭാര്യയ്ക്ക് വേണ്ടി ഷാജഹാൻ പണിയിച്ചു എന്നുള്ളത് ആ ഒരു പ്രേമകാവ്യം എന്നുള്ള നിലയിൽ അതാണ് അതിനെ മഹത്തരമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഥ പറയുന്ന അവർ 14-ാമത്തെ കുട്ടി ജനിക്കുമ്പോഴാണ് ഈ മുംതാസ് മഹൽ മരിക്കുന്നത്. അവർ മഹാരാഷ്ട്രയിൽ വെച്ചാണ് മരിക്കുന്നത്. മരിച്ചതിന് ശേഷം അവരുടെ ബോഡി ഏതോ മരുന്നുകളെല്ലാം ചേർത്ത് ഒരു ശവപ്പെട്ടിയിലാക്കി അതിനുശേഷം 6 മാസത്തിന് ശേഷമാണ് അത് ആഗ്രയിലേക്ക് കൊണ്ടുവരുന്നത്. അത് പിന്നീട് താജ്മഹലിൽ അടക്കി. പിന്നീട് അതിൻ്റെ സമീപത്തായിട്ട് ഷാജഹാനെയും അടക്കി. അപ്പോൾ ആ ഒരു മനോഹരമായ ഒരു കാവ്യം അതിന് പിന്നിലുണ്ട്. അപ്പോൾ അതാണ് അതിനെ മഹത്തരമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെറും സൗന്ദര്യം മാത്രമല്ല, ആ കഥയുടെ എന്ന് പറഞ്ഞതുപോലെ ആ സ്നേഹബന്ധമുള്ളപ്പോഴാണ് ഇങ്ങനെ കുട്ടികളുണ്ടാവുന്നതും കൂടുതൽ കുട്ടികളുണ്ടാവുന്നതും ഒക്കെ. അപ്പം JD വാൻസും ഒക്കെ പറയുന്നത് കൂടുതൽ കുട്ടികൾ ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരൊക്കെ കൂടി ആഗ്രഹപ്പെടുന്നതും ഇപ്പോഴിതാണ്. ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയും കുറഞ്ഞു പോകുന്നു. ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറയുന്നതല്ല പ്രശ്നം, മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു. അപ്പോൾ കേരളത്തിലെ സംസ്കാരമൊക്കെ ഒരു മുസ്ലിം സംസ്കാരം, ഇസ്ലാമിക സംസ്കാരമായിട്ട് മാറുന്ന ഒരു സ്ഥിതി വരുന്നു. അപ്പോൾ അത് നമുക്ക് സഹിക്കാനാവില്ലല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ ജനിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരെ വളർത്തുന്നത് ആരെങ്ങനെ വളർത്തുമെന്നുള്ള കാര്യം മറ്റൊന്ന്. അപ്പോൾ ഇവരൊന്നും കൈ മുറിച്ച് എന്നാൽ ഉപ്പ് തേക്കാത്ത പാർട്ടികളാണ് ഈ ബിഷപ്പുമാരും കന്യാസ്ത്രീകളും ഒക്കെ എന്ന് നമുക്ക് അറിയാം, വൈദികരും. അതാണ് സാധാരണ. കാശ് അങ്ങോട്ട് മേടിക്കല്ലാതെ ഇങ്ങോട്ട് കൊടുക്കുന്ന ആളുകളല്ല അവർ. അപ്പോൾ അവർ ഈ കുട്ടികളെ വളർത്താനൊക്കെ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾ വളർത്തിക്കൂ, അതിൻ്റെ അംഗബലമൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും എന്നതാണ് അവർ നൽകുന്ന സന്ദേശം. എന്തായാലും JD വാൻസ് ഈ 4-ാമത്തെ കുട്ടി ജനിക്കുന്നതിലൂടെ ഒരു പൊളിറ്റിക്കൽ സന്ദേശം കൂടി, ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് നൽകുന്നത് ഈ വർഗീയവാദികൾക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധങ്ങൾക്ക് ഈ വർഗീയതയോ അല്ലെ വംശീയതയോ ഒരു കാരണമല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല അവരുടെ ജീവിതത്തിൽ. അപ്പോൾ അത് അനുകരണീയമായൊരു മാതൃകയാണ്. അദ്ദേഹം തന്നെ അന്ന് പറയുകയുണ്ടായി, ഈ ഇങ്ങനെയുള്ള റേസിസവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഖേദകരമാണ്, ഇതൊന്നും ശരിയല്ല.
അമേരിക്കയ്ക്ക് പറ്റിയതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഈ വെള്ളക്കാരും വംശീയവാദികളും അതൊന്നും ചെവിക്കൊള്ളുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഉണർവ് നൽകുന്നതാണ്. കുട്ടികൾ പിന്നെ അദ്ദേഹത്തിനാണ് കുട്ടി ജനിക്കുന്നതെങ്കിലും അവർക്ക് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ നല്ലൊരു വാർത്തയായിട്ട് മാറിയിരിക്കുന്നു. എന്തായാലും ആ പിറക്കാൻ പോകുന്ന ആൺകുട്ടിക്കും നമുക്ക് അഭിവാദ്യം അർപ്പിക്കാം. ഇപ്പോൾ തന്നെ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ 3ാമതൊരു ആൺകുട്ടി കൂടി വരുന്നു. തീർച്ചയായിട്ടും അതും ഈ പിന്നെ JD വാൻസിനെ പോലെ കരുത്തനായ ഒരു വ്യക്തിയായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.